1901 രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ തകർന്ന കിളിക്കൂട് എന്നർത്ഥം വരുന്ന ബംഗാളി നോവലാണ് മസ്തൈനീർ. ഇതിൻ്റെ മലയാള പരിഭാഷയാണ് ചാരുലത. ഈ നോവലിൻ്റെ ഭംഗിയും അർത്ഥവും ഒട്ടും ചോർന്നു പോകാതെ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീമതി ലീല സർക്കാരാണ്. ബംഗാളിലെ ധനികനായ പത്രപ്രവർത്തകനാണ് ഭൂപതി. ഭൂപതിയുടെ അതീവ സുന്ദരിയായ ഭാര്യയാണ് ചാരുലത. ചാരുലതയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഒരുപാട് വായിക്കുവാനും എഴുതുവാനും ഇഷ്ടപ്പെടുന്ന ചാരുലത ഏകാന്ത ജീവിതം നയിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമുള്ള ചാരുലതയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുവാൻ തൻ്റെ തിരക്കേറിയ ജീവിതം കൊണ്ട് ഭർത്താവിന് സാധിക്കാതെ പോകുന്നു എന്ന വിഷമത്തിൽ ജീവിക്കുകയാണ് ചാരുലത. എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്കും അവരുടെ വീട്ടിലേക്കും ഭൂപതിയുടെ പിതൃ സഹോദരിയുടെ മകൻ അമൽ കടന്നു വരികയാണ്. അമലുമായുള്ള സൗഹൃദം ചാരുലതയെ ഒരുപാട് സന്തോഷവതിയാക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അമലിനെ വിവാഹം കഴിച്ച് ലണ്ടനിലേക്ക് പഠിക്കാൻ അയക്കുകയാണ് ഭൂപതി. അമൽ ലണ്ടനിലേക്ക് പോയതിനു ശേഷമാണ് ചാരുലത തിരിച്ചറിയുന്നത് തനിക്ക് അമലിനോടുണ്ടായിരുന്നത് വെറും സ്നേഹമല്ല, അഗാധമായ പ്രണയമായിരുന്നെന്നും. അമലിൻ്റെ അഭാവത്തിൽ വേദനയിൽ നീറിക്കഴിഞ്ഞിരുന്ന ചാരുലതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഭൂപതിയുടെ വിഫല ശ്രമങ്ങളുടെ അവസാനമായി ഈ നോവൽ അവസാനിക്കുന്നു.